ഡയബറ്റിക് പേഷ്യന്റായ ആളുകൾക്ക് ഡയബറ്റിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഏറ്റവും നല്ല ഒരു സൂപ്പർ ഫുഡാണ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള ഡയബ ലൈഫ് എന്ന് പറയുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്. എന്താണ് അത് ഇൻസുലിനെ നിയന്ത്രിക്കാൻ, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇല്ലാതാക്കാൻ ശരീരത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ കണ്ടന്റുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് അതിനടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന് പറയുന്ന, നമ്മുടെ സംസ്കൃതത്തിൽ അതിന്റെ രസ്യോന യോഗ് എന്ന് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ മുകളിൽ കണ്ടന്റിൽ നമുക്ക് കാണാൻ പറ്റും. രസ്യോന യോഗ്, അതാണ് അലിസിൻ എന്ന് പറയുന്നത്. 1 ഗ്രാം അല്ലെങ്കിൽ 1 ക്യാപ്സൂളിൽ അത് 125 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മയൂർ ശിഖ, അതും ഇതിനകത്ത് 21 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. പാലക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പല തമിഴ്നാട്ടിലൊക്കെ പോയാൽ അവിടെ ചീരയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പാലക്ക്. നമ്മൾ കറിയിലും തോരനൊക്കെ വെക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അങ്ങനെ അത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. പാലക്കാട് ഭാഗത്തുണ്ടോന്ന് അറിയില്ല എനിക്ക്. അപ്പൊ പാലക്ക് എന്ന് പറയുന്ന ഒരു തരം ചീര, അത് 0.85 മില്ലിഗ്രാം, അതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് പറയുന്നത്, 0.85 മില്ലിഗ്രാം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ സംസാരിച്ച സമയത്ത് പറഞ്ഞ കറുവപ്പട്ട ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി ഇന്ന് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം കറുവപ്പട്ടന്റെ ഡീറ്റെയിൽ ഒക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറുവപ്പട്ട അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോ കറുവപ്പട്ടയുടെ അളവ് എന്ന് പറയുന്നത് 31.5 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്പാരി എന്ന് പറയുന്നത് നമുക്കറിയാം. ചിലപ്പോ സുപ്പാരി എന്ന് പറഞ്ഞിട്ട് നമ്മള് നേരത്തെയൊക്കെ അടക്ക, നമ്മളെ പാക്കില്ലേ, അങ്ങനെ സുപ്പാരി എന്നുള്ള ബ്രാൻഡ് തന്നെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പൊ അടക്ക ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അടക്ക നേരിട്ട് കഴിക്കുന്നത് നല്ലതല്ല. പക്ഷെ അടക്കയുള്ള ചില കണ്ടന്റുകൾ അത് ഔഷധ യോഗ്യമാണ്. പല പ്രകൃതിയിലുള്ള പല വസ്തുക്കളുടെയും ചില കണ്ടന്റുകൾ നമുക്ക് ഗുണമാകും. നമുക്കൊക്കെ കേട്ടിട്ടുണ്ടാവും കാഞ്ഞിരക്കുരു വിഷാന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ കുരുവിന്റെ എക്സ്ട്രാക്ട് ചില ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പാമ്പ് കടിച്ച വിഷാന്ന് പറയും, പക്ഷെ പാമ്പിന്റെ വിഷം തന്നെ നമുക്ക് വിഷത്തിന് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലതും നമ്മളെ ശാസ്ത്ര ലോകമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനകത്തുള്ള ഔഷധ മൂല്യമുള്ള പാർട്ടിനെ തിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടക്ക മൊത്തത്തിൽ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ അടക്കയിൽ അടങ്ങിയിട്ടുള്ള സുപ്പാരി എന്ന് പറയുന്ന ആ കണ്ടന്റിലുള്ള ചെറിയൊരു പാർട്ട് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നതാണ്. അത് 35 മില്ലിഗ്രാം അത് ഔഷധ ഗുണമുള്ള പാർട്ട് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. മറ്റൊന്നാണ് ഗുഡ്മാർ എന്ന് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ കാണും. ചക്കരക്കൊല്ലിയാണ് യഥാർത്ഥത്തിൽ അതിന്റെ മലയാളം. അത് നമ്മുടെ ഇൻസുലിന്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ ബെസ്റ്റ് ഒരു കണ്ടന്റ് ആണ് ചക്കരക്കൊല്ലി. ഇൻസുലിന്റെ അഭാവമാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ എന്ന് പറയുന്ന ഒരു രോഗത്തിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് പറയുന്ന രോഗത്തിലേക്ക് നമ്മൾ തള്ളി വിടുന്നത്. അപ്പോ ഈ പറയുന്ന ചക്കരക്കൊല്ലി അത് 235 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് വേപ്പാണ്. വേപ്പ് 35 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയപ്പക്ക, ആ കയപ്പ നമുക്ക് ഇതിനകത്ത് 31.5 മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മള് ഒരു പ്രൊഡക്റ്റ്, ഞാൻ ഈ സംസാരിക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ്, നമ്മൾ ഹെർബൽ അൻറ്റാസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അവിപത്തിക ചൂർണം എന്നാ പറയാ. അവിപത്തിക ചൂർണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധ മൂല്യമുള്ള കണ്ടന്റുകളുടെ കോമ്പിനേഷനാണ്. യഥാർത്ഥത്തിൽ ആ കോമ്പിനേഷനും ഇതിനകത്തുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിപത്തിക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ മുഴുവൻ ഇതിനകത്തുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന 8 കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ഹൈ ക്വാളിറ്റി, ഒരുപാട് ഹൈ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സൂപ്പർ ഫുഡാണ് യഥാർത്ഥത്തിൽ ഡയബ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്ന പോഷകങ്ങൾ, അതാണ് നമ്മളെ നമ്മളെ സഹായിക്കുന്നത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, അതുപോലെ ബീറ്റ കാരോട്ടിൻ പല സമയത്ത് നമുക്ക് ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയൊക്കെ തടയാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ബീറ്റ കാരോട്ടിൻ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ എന്തിനകത്തുണ്ട്, ഈ പറയുന്ന കയപ്പക്കയിലുണ്ട്. ഇതിനകത്ത് ചേർത്ത കയപ്പ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് കയപ്പ എന്ന് പറഞ്ഞാൽ പലർക്കും അവരുടെ മനസ്സിലേക്ക് വരുന്ന വെളുത്ത നിറത്തിലുള്ള നീളത്തിലുള്ള നല്ല കയപ്പയാണ്. ഇതല്ല. സാധാരണ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെറിയൊരു കയപ്പ ഉണ്ട്, അതുമല്ല. ഇത് ചെറിയ ഒരു വിരലിന്റെ വലിപ്പത്തിൽ മാത്രം ഉണ്ടാകുന്നത്.
അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വിരലിന്റെ വലിപ്പം പോലും ഉണ്ടാവില്ല. അത്രയും ചെറിയ ഒരുതരം കയ്പയുണ്ട്. ഔഷധങ്ങളുടെ ചേരുവകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം കയ്പയാണ്. അതാരും അങ്ങനെ കറി വെച്ച് കഴിക്കുന്നതോ തോരൻ വെച്ച് കഴിക്കുന്നതോ കണ്ടിട്ടില്ല. അപൂർവങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ അതില്ല. അപ്പോ ഞങ്ങളത് തോരനൊക്കെ വെക്കാറുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ അതിനുള്ളതല്ല അത് ചിലപ്പോൾ 1-2 വിത്തുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അത്രയും ചെറുതാണ്, കുഞ്ഞനാണ്. ഈ പറയുന്ന ഒരു അതിന് പറയാ കയ്പുള്ള തണ്ണിമത്തൻ എന്നൊക്കെ അതിന്റെ വിശേഷണം എന്ന് പറയുന്നത്. കയ്പാന്ന് പറഞ്ഞൂടെ, കയ്പുള്ള തണ്ണിമത്തൻ എന്നുള്ള പറയും. തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന വത്തക്ക എന്ന് പറയുന്ന സാധനമാണ്. ഇത് നല്ല കയ്പുള്ള അതുപോലെ തന്നെ ചെറിയ ഒരു ചെറിയ സാധനമാണ് ഈ പറഞ്ഞ ചെറിയ തരം കയ്പ എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതും, അതേപോലെ തന്നെ നമുക്കറിയാം കയ്പയിലും കയ്പയിൽ ഇഷ്ടം പോലെ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞു കയ്പയുടെ കറി കഴിക്കുന്നതാണ്, ഉപ്പരി കഴിക്കുന്നത് നല്ല അയൺ റിച്ച് ആണ്, രക്തം കൂടും, രക്തം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അമ്മമാരും ഉമ്മമാരൊക്കെ നമ്മൾ കുറെ ചിലപ്പോൾ ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടാവും. കയ്പ ആർക്കും ഇഷ്ടമല്ല, നല്ല കയ്പാണ്, എനിക്കും ഇഷ്ടമല്ല സത്യം പറഞ്ഞ്. അപ്പോ അത് നമ്മളെയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചതിന്റെ കാരണം ശരീരത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കിട്ടുന്നതിൽ, പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല അയൺ റിച്ച് ഫുഡാണ് ഈ പറഞ്ഞ കയ്പ എന്ന് പറയുന്ന വർഗം തന്നെ. അപ്പൊ അതിനകത്ത് അതുണ്ട്. അത് കൂടാതെ തന്നെ ഇത് പഞ്ചസാരയുടെ അളവിനെ ശരീരത്തിൽ നിന്ന് ഇൻസുലിന്റെ അളവിലില്ലാതെ, ഇൻസുലിനെ നിയന്ത്രിക്കാതെ തന്നെ ശരീരത്തിൽ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ, ഇത് രക്തത്തിലുള്ള പഞ്ചസാരയെ അവിടുന്ന് തന്നെ നേരിട്ട് നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ട് പറയുന്നത് വെളുത്തുള്ളി നേരെ ഉപയോഗിക്കുന്നതല്ല. അതിനകത്ത് അലിസിൻ എന്ന് പറയുന്ന, അലിസിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിനകത്തൊരു ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. നമ്മളൊരു വെളുത്തുള്ളി എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് അവിടെ അങ്ങനെ പരക്കും. ആ മൂക്കിലേക്കൊക്കെ അടിച്ചു കയറുന്ന ആ ഗ്യാസ് രൂപത്തിലുള്ള കണ്ടന്റ് ആണ് യഥാർത്ഥത്തിൽ അലിസിൻ. ഗ്യാസിനെ ഒരിക്കലും പിടിച്ചു നിർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ ഗ്യാസിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്ത് നിർത്താനുള്ള സാങ്കേതിക വിദ്യ കണ്ടെത്തിയ വ്യക്തിയുടെ ഒരു ഫോട്ടോ ആണ് നമ്മൾ പല സമയത്തും നമ്മൾ ഡയബാലൈഫിന്റെ പ്രൊഡക്റ്റ് വിഷ്വലായിട്ട് നേരിട്ട് എടുക്കുന്ന സമയത്ത്, ഡയറക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പീറ്റർ ജോസ്ലിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഈ ഗ്യാസിനെ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു പോകാതെ അതിനെ നിലനിർത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയ അദ്ദേഹമാണ്. ആ പറയുന്ന ഗ്യാസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തില് ഇൻസുലിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പച്ച വെളുത്തുള്ളി നേരിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടും. പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പച്ച വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് വായ് നാറ്റം ഒരു ഭാഗത്തുണ്ട്, വായ് മറത്തിട്ട് രക്ഷ ഉണ്ടാവില്ല. എന്നാൽ ഇത് കഴിച്ച് വായൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴുകി നല്ല ക്ലിയർ ആയി കഴിഞ്ഞാലും ശരീരത്തിൽ വേർപ്പിൽ കൂടെയും ഇത് മണം പുറത്തേക്ക് വരും. അതൊരു ഗ്യാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഗ്യാസ് ശരീരത്തിൽ വേർപ്പിൽ കൂടെയും പുറത്തേക്ക് വരും. നല്ല വെളുത്തുള്ളി തിന്നുന്ന ആളുകളെ, എന്റെ പരിചയത്തിലൊക്കെ അങ്ങനെ ആളുകളുണ്ട്, വെളുത്തുള്ളി പച്ചക്ക് തിന്ന ആള്. പക്ഷെ ഇവരടുത്ത് നിൽക്കാൻ പറ്റില്ല, ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പൊ ഈ പറയുന്ന ആ സ്മെല്ലിന് കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള അലിസിൻ ആണ്. ആ അലിസിൻ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കഫദോഷ ശമനത്തിന്. വെളുത്തുള്ളി നമുക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ പാൻക്രിയാസിനെ സഹായിക്കുന്ന മാത്രമല്ല, ശരീരത്തിലെ കഫക്കെട്ടിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ. അപ്പൊ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, സാറേ ഡയബാലൈഫ് കൊടുക്കുന്ന ആൾക്ക് നിങ്ങൾ വെൽഹാർട്ട് കൊടുക്കണമെന്നില്ല എന്ന് ഞാൻ എത്രയോ ആളുടെ ചിലപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ പ്രവർത്തനം പെർഫെക്റ്റ് ആക്കുന്നതിന്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നതിന് ഡയബാലൈഫ് ബെസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഡയബാലൈഫ് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വെൽഹാർട്ട് സ്പെഷ്യൽ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്തുള്ള വെളുത്തുള്ളി എന്ന് പറയുന്ന കണ്ടന്റ് മാത്രം മതി ഈ പറയുന്ന കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ. ചീത്ത കൊളസ്ട്രോളിനെ അലിയിച്ച് കളയാനുള്ള, നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യുക എന്നുള്ള, ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ടും ഈ പറയുന്ന വെളുത്തുള്ളി സഹായിക്കും, അല്ലെങ്കിൽ അലിസിൻ സഹായിക്കും. അപ്പോ ഇത്രയും ഗുണങ്ങളുള്ള, ശരീരത്തിലെ കൊളസ്ട്രോളിനെയും ഷുഗറിനെയും ഒരുപോലെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അലിസിൻ എന്ന് പറയുന്ന വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റിന്റെ പ്രത്യേകത. ഇനി മയൂർ ശിഖ എന്ന് പറയുന്ന ഒരു സസ്യമാണ്. അതിന് മലയാളം പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. മയൂർ ശിഖ എന്ന് തന്നെയാണ് അതിന്റെ മലയാളവും. ഇനി എവിടെയെങ്കിലും ഇതിന്റെ മലയാളം ഡിക്ഷണറി എവിടെയും തപ്പി നോക്കട്ടെ, അങ്ങനെ കിട്ടും. അങ്ങനെ എവിടെയും കിട്ടാനില്ല. എങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞു തരാം ഏതെങ്കിലും സമയത്ത്. മയൂർ ശിഖ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഹൈപ്പർ ഗ്ലൈസീമിയ കുറയ്ക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം, നമ്മളെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള
പ്രോബ്ലം ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലാകുന്ന ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടറിയാം, സന്ധിവേദനയൊക്കെ ഉണ്ടാകുന്ന ആളുകൾ, ചിലപ്പോ കഴുത്ത് വേദന, തലവേദന, എന്താ പറയാ, ഒരുപാട് വേദനകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇങ്ങനെയുള്ള വേദനയെ നിയന്ത്രിക്കുന്നതിനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ വേദനയെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ വേദനയെ അറിയാനും സഹായിക്കുന്നു പറയാം. സംവേദന ശേഷി, നമ്മുടെ ശരീരത്തിന്റെ നെർവുകളുടെ സംവേദന ശേഷി ഇത് നന്നായി വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടക്ക ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് അല്ല ചേർക്കുന്നത്. അടക്കയുള്ള ചെറിയ ഒരു എന്താ പറയാ ഔഷധ ഗുണമുള്ള പാർട്ട് മാത്രമാണ് ഇത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അവരുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള സിസ്റ്റം നന്നായി വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ്. ഇതിൽ എന്തിനാണ് ചേർത്തത് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അടക്ക ഇതിനകത്തുള്ള കണ്ടന്റ് ആണെന്ന് മാത്രമേ അറിഞ്ഞോളൂ. ഇനി അത് എങ്ങനെയാണ് നമ്മളെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. എങ്കിലും അറിയാം ഇതിനകത്തൊരു കണ്ടന്റ് ആണ്. ഏതായാലും ഇതിന്റെ ശാസ്ത്രലോകം നമ്മളെ DB അനന്തനാരായണ സാറിനെ പോലുള്ള ആളുകൾ ഒന്നും കാണാൻ ഇതിനകത്ത് ചേർക്കില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് അത് നമുക്ക് നല്ല ഗുണം ചെയ്യും എന്നറിയാം. ഇനി മറ്റൊന്ന് ചക്കരക്കല്ലി ഒരുതരം വള്ളിച്ചെടിയാണ്. ചക്കരക്കൊല്ലിയൊക്കെ പണ്ട് അച്ഛൻ വീട്ടിൽ ആരോ കൊണ്ടുകൊടുത്ത് എനിക്ക് കാണിച്ചതുണ്ട്. ഉണങ്ങിയതായതുകൊണ്ട് അതിന്റെ ഒരു ഐഡിയ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഉണങ്ങിയ ഒരു തണ്ട് കിട്ടിയാൽ ഇത് ഏത് സസ്യം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്ക് ചെറിയ പ്രായത്തിലില്ല, ഇപ്പോഴും വലിങ്ങനെ ഇല്ല. എങ്കിലും ചക്കരക്കൊല്ലി എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ അതിന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത് ചക്കരക്കൊല്ലി ഒന്ന് ചവച്ചരച്ച് വായിലിട്ട് ചവച്ച് അതിനുശേഷം കുറച്ച് പഞ്ചസാര എടുത്ത് വായിലിട്ട് നോക്കിയാൽ മധുരം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അറിയില്ല. അതായത് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഇത് ബെസ്റ്റ് സാധനമാണെന്ന് അന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഉള്ളത് പൂഴി വായിലിട്ടാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ്. അത് ചെറിയ പ്രായത്തിൽ അച്ഛനൊക്കെ ചെറിയ സമയത്ത് അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് കൊടുത്തുകൊണ്ട് അതിന്റെ ചവച്ചരച്ച് ചെറിയ പ്രായത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ 1ാം ക്ലാസ്സിലോ അങ്ങനെയാണ്, അത്രയും ചെറിയ പ്രായത്തിലാണ് എനിക്കിത് സാധനം കിട്ടിയത്. അച്ഛനൊക്കെ ചാക്കുന്ന കണ്ട് അപ്പൊ അച്ഛൻ ഒന്ന് ചവച്ച് നോക്കുന്ന പറഞ്ഞു കുറച്ച് പഞ്ചസാര വായിലിട്ട് ഒരു അവസ്ഥ അറിയാനില്ല, പൂഴി വായിലിട്ട പോലെ. അത്രയും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിക്കിന് രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവര് മെലിഞ്ഞ് ഉണങ്ങി പോകും, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിക്കും. അതിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന ചക്കരക്കൊല്ലിക്ക് പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കറുവപ്പട്ട. അതിന്റെ ഔഷധ മൂല്യമൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഇതിനകത്ത് കറുവപ്പട്ട അടങ്ങിയിട്ടുണ്ട്, ചക്കരക്കൊല്ലി അടങ്ങിയിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ആർക്ക് എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് കൂടെ പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഡയബ ലൈഫ് ആർക്ക് കഴിക്കാമെന്ന് ചോദിച്ചാൽ, ആര് കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് യഥാർത്ഥത്തില് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമൊന്നും അല്ല യഥാർത്ഥത്തിൽ ഷുഗർ. എങ്കിലും പാരമ്പര്യം എന്ന് പറയാൻ കാരണം പല സമയത്തും പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങളുടെ കൂട്ടത്തിൽ ഇത് പെടുത്താനുള്ള കാരണം പാരമ്പര്യം കൊണ്ടല്ല വരുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ഒരു വീട്ടിലുള്ള ഭക്ഷണശീലം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. അവിടുത്തെ ജീവിതശൈലി ഏകദേശം ഒരുപോലെ ആയിരിക്കും. അച്ഛന് ഷുഗർ വന്നതിന്റെ കാരണം ചിലപ്പോ അധ്വാന ശീലം ഇല്ലാതെ ആയിരിക്കാം. ചിലപ്പോ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ രാവിലെ കുളിച്ച് നേരെ ഓഫീസിൽ പോകും, അവിടെ ഇരുത്തവും വർക്കൊക്കെ ആയിരിക്കും. അങ്ങനെ മോശമാക്കി പറയുന്നല്ല, ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉറങ്ങുന്ന നമ്മൾ കാണാറുണ്ടോ. അപ്പോ അവിടെ കായികമായിട്ടുള്ള അധ്വാനം വളരെ കുറഞ്ഞ വ്യക്തികൾ, ഞാൻ അത്രയും ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. കായികമായ അധ്വാനം വളരെ കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം, എക്സസൈസ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ഷുഗർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ശരീരത്തിലുള്ള ഈ ഷുഗർ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിനെ ഷുഗറാക്കി മാറ്റി ശരീരം എന്താക്കി മാറ്റും, പിന്നെ അത് ഊർജ്ജമാക്കി മാറ്റുകയായി ചെയ്യാം. ഈ ഷുഗർ എന്തിനാണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെ കൊഴുപ്പ് എന്തിനാണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനുള്ള ഊർജ്ജത്തിന് വേണ്ടിയാണ്. ഊർജ്ജം ചെലവാക്കാത്ത ആളെ സംബന്ധിച്ച് എന്ത് സംഭവിക്കും? അത് കൊഴുപ്പായിട്ടും ഈ പറഞ്ഞ ഊർജ്ജമായി ശരീരത്തിൽ നിലനിൽക്കും. അപ്പൊ ചെലവാക്കാതെ വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. നന്നായി എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത കുറവാണ്, തുലവും കുറവാണ്. അപ്പോ നമുക്ക് എക്സസൈസ് ഇല്ലായ്മ ഷുഗറിനൊരു കാരണമാണ്. വെറുതെ ഭക്ഷണം മാത്രമല്ല, നന്നായി എക്സസൈസ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ ഭക്ഷണശീലങ്ങള് എന്താ പറയാ, നമുക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ഇല്ലാതെ സ്റ്റാർച്ച് മാത്രം ചെല്ലുക. നമ്മൾ ഏകദേശം ആൾക്കാരും അങ്ങനെയാ ഇപ്പോഴത്തെ കാലത്ത്. പോഷകങ്ങളുടെ വലിയ അഭാവം, അതായത് വൈറ്റമിൻസ് മിനറൽസിന്റെ ഒക്കെ അഭാവം പല സമയത്തും സ്റ്റാർച്ച് മാത്രം ഭക്ഷണമായി കഴിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചെന്ന സ്റ്റാർച്ചിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാതെ ശരീരം വിഷമിക്കുക. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ വെൽനസ് പ്രൊഡക്റ്റുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെറ്റബോളിക് ഡിസോർഡറുകൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് പോഷകാഹാരം വേണം. ഈ ചെന്ന ഊർജത്തെ അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ ചെന്ന
പ്രോട്ടീനെ ഒക്കെ നന്നായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിന് വേണ്ടുന്ന പാകത്തിന് വേണ്ടുന്ന എൻസൈംസ് അത് വേണം. നമ്മൾ നല്ല ബിരിയാണി ഉണ്ടാക്കി ഉപ്പില്ലെങ്കിലോ, ഇനി നല്ല സാമ്പാറൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കായ ഇടാൻ മറന്നുപോയി, ഉപ്പ് ഇടാൻ മറന്നുപോയി, കഴിഞ്ഞു, ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതേപോലെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ചെല്ലുന്ന സമയത്തേ ശരീരം നന്നായി പ്രവർത്തിക്കുള്ളൂ. അപ്പോ അധ്വാനമില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാം. ഇനി ഈ ഷുഗർ കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന വീടുകൾ, ചില വീടുകൾ പഞ്ചസാര നന്നായി കഴിക്കുന്ന ആളുണ്ടാവും. 6 നേരം ചായ കുടിക്കുന്നത്. എന്റെയൊക്കെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു ആദ്യം. 6 നേരമൊക്കെ 7 നേരമൊക്കെ ചായ ഉണ്ടാവും ഒരു ദിവസം. അപ്പോ അച്ഛനൊക്കെ അങ്ങനെ കുടിച്ചോണ്ടിരിക്കും, ഞാനും കുടിച്ചോണ്ടും. നന്നായിട്ട് പഞ്ചസാര ഇടും. പഞ്ചസാര ശരീരത്തിൽ ആവശ്യം കൂടി ചെല്ലാൻ പാടില്ല. പഞ്ചസാര എന്ന് പറയുന്നത് ശർക്കരയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് കഴിക്കുന്ന കെമിക്കൽ ആയിട്ടുള്ള പഞ്ചസാരയാണ്. കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു എടുക്കുന്നെങ്കിലും അതിന്റെ ലാസ്റ്റ് പ്രോസസ്സ് കഴിയുന്ന സമയത്തേക്ക് അത് കംപ്ലീറ്റ് കെമിക്കലായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അതാണ് ഉപയോഗിച്ചു കൊടുക്കുന്നത്. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും താളം തെറ്റും. ഇതും നമ്മളെ ഷുഗറിനെ കൊണ്ടുപോകും. ഉറക്കത്തിന്റെ ഒരു പ്രധാന പ്രശ്നം, നേരത്തെ ഉറങ്ങാത്ത, നേരത്തെ എഴുന്നേക്കാത്ത ആളുകൾക്ക് ഷുഗർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫാമിലിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മളെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ ഫാമിലി എല്ലാവരും പാലിച്ചു വരുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ വീട്ടില് നേരത്തെ അച്ചാച്ചനൊക്കെ അല്ലെങ്കിൽ ഉപ്പാപ്പക്കൊക്കെ ഉമ്മാമക്കൊക്കെ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വരാനുള്ള ചാൻസ് ഇല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ആ ചാൻസ് ഉള്ള ആളുകൾ എനിക്കിത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഡെയിലി ഒന്ന് വെച്ച് കഴിച്ചേക്കുക. ഡെയിലി ഒന്ന് വരാൻ ചാൻസ് ഉള്ള ആളുകൾ. ഇനി ഇതിനകത്ത് നമ്മൾ ഇപ്പോ ശാസ്ത്രലോകം കുറച്ച് വളർന്നതനുസരിച്ച് പണ്ട് ഷുഗർ ലെവല് വെറുതെ ബ്ലഡ് ഷുഗർ എടുത്ത് നോക്കുകയാണ് ചെയ്യുക. 180 മേലോട്ടാണ് അന്ന് ഷുഗറിന്റെ ഇത് പറഞ്ഞത്. ശരിക്കും അതാണ് ആ അളവ് കേട്ടോ. ഒരു 180 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഷുഗർ ആയിട്ട് നിങ്ങൾ കാണേണ്ടതുള്ളൂ. കുറച്ച് 120 എത്തിച്ചിട്ടുണ്ട് ഇപ്പൊ. ഇത് ആവറേജ് ഒരു കണക്കെടുത്തിട്ട് അവരുണ്ടാക്കുന്ന ഒരു പട്ടികയാണ്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 180 മേലോട്ടുണ്ടെങ്കിൽ മാത്രമേ ഷുഗർ എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഷുഗറിന്റെ സ്റ്റാർട്ടിങ് ഒരു 200 വരെയൊക്കെ ആണെങ്കിലും ഷുഗറിന് സാധ്യത മാത്രമേ ഉള്ളൂ. പേടിക്കാനുള്ള കേസൊന്നും അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ അവസ്ഥയിൽ ഷുഗർ വരാനുള്ള, ബ്ലഡ് ഷുഗർ വർദ്ധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡെയിലി ഒന്ന് കഴിക്കുക. ഇനി പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ഈ 180 മുതൽ 200 വരെ. ഇനി HbA1c പറയുകയാണെങ്കിൽ 4 മുതൽ 5.7 വരെയാണ് നോർമൽ സ്റ്റേജ്. 5.7 മുതൽ 6.5 വരെ ഉള്ള, 5.7 അല്ല, 5.7 തൊട്ട് മുകളിൽ 6.5 വരെയുള്ള ആ അവസ്ഥയെ നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയും. ഡയബറ്റിക് വരാൻ ചാൻസിൽ നിൽക്കുന്ന വ്യക്തി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് കഴിക്കുക. അതിന്റെ മുകളിലോട്ടുള്ള ഏത് സ്റ്റേജ് ആയാലും നമ്മൾ രാവിലെയും രാത്രിയോ രാവിലെ ഉച്ചക്കോ എങ്ങനെ ഏതെങ്കിലും ഭക്ഷണത്തിന് ശേഷം 2 നേരം കഴിക്കുക. അതാണ് ഇത് കഴിക്കേണ്ട കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര കാലം കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം കോഴ്സാണ് 3 മാസം. പ്രീ ഡയബറ്റിക് ഉള്ള ആളുകൾക്കായാലും ഒക്കെ മിനിമം കോഴ്സാണ് 3 മാസം. അത് റെഗുലറായിട്ട് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ എനിക്ക് വരരുത് എന്ന് ആഗ്രഹിച്ച് കഴിക്കുന്ന ആളുകൾക്ക് റെഗുലറായി കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഹാർട്ട് ഫംഗ്ഷൻ ഒക്കെ പെർഫെക്റ്റ് ആക്കാനും കൂടെ ഇത് സഹായിക്കും എന്നുള്ളതുണ്ട്. പക്ഷെ ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് കഴിക്കേണ്ടതില്ല. ചിലതൊക്കെ നമ്മൾ 2 കഴിക്കണം 3 കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി. ഇനി ഇതിന്റെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെ കോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ചിലയിലേക്കും സാറേ 3 മാസം കഴിച്ചു, നേരത്തെ എത്ര ഉണ്ടായിരുന്നു? 11.2 ഉണ്ടായിരുന്നു HbA1c. 3 മാസം കഴിച്ചു, ഇപ്പൊ ആകെ 8.6 ആയിട്ടുള്ളൂ. കംപ്ലീറ്റ് പോയിട്ടില്ലല്ലോ. പോയില്ല. എല്ലാ ബോഡിയും ഒരുപോലെ അല്ല. ചില ആളുകൾക്ക് 3 മാസം മുതൽ 1 വർഷം വരെ ഉള്ള കോഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോ 4 മാസമാകാം, 5 മാസമാകാം, 6 മാസമാകാം, 1 വർഷം വരെയൊക്കെ പോകാം. എങ്കിലും അത് നോർമൽ ലെവലിലേക്ക് എത്തും. ഗ്യാരണ്ടിയാണ്. ഇത് കഴിച്ചത് കൊണ്ട് മാത്രം എത്തുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ എന്റെ ഉത്തരവ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിന്നെയും പറഞ്ഞ ഉത്തരം, ഇത് കംപ്ലീറ്റ് കഴിച്ചാൽ കംപ്ലീറ്റ് മാറുമെന്ന് വെച്ചാൽ ഇല്ല. അതിന് മാറണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ ഒരു കണ്ടീഷൻ കൂടെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് മാറും എന്ന് തന്നെ ഞാൻ ഗ്യാരണ്ടി പറയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള അവസ്ഥകളിൽ നിന്ന് മാറുക, നല്ല ആളുകളുമായി കൂട്ടുകൂടുക, നല്ല എന്താ പറയാ പോസിറ്റീവ് എനർജി കിട്ടുന്ന, പോസിറ്റീവായ സംസാരമുള്ള സ്ഥലത്ത് മാത്രം നിൽക്കുക. അപ്പൊ നമ്മൾ നല്ല എനർജി ഫീൽ ചെയ്യും. നല്ല എന്താ പറയാ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിൽ മാത്രം സാഹസിക്കുക. ബാഡ് ന്യൂസ് കേൾക്കുന്ന, എന്താ പറയാ മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന, നെഗറ്റീവ് സ്പീച്ച് ഉണ്ടാകുന്ന സ്ഥലത്ത് മാറി നിൽക്കുക. ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത്, നമ്മൾ ഉറക്കിന് നല്ല പ്രാധാന്യം കൊടുക്കുക. മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പെർഫെക്ഷന്, തലച്ചോറ് ഉൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളുടെയും പെർഫെക്ഷന്
അതിന്റെ എന്താ പറയാ റിഫ്രഷിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമൊക്കെ വിശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കംപ്ലീറ്റ് വിശ്രമിക്കുന്ന അല്ല പറഞ്ഞത്, അതിനും ഒരു വിശ്രമം കിട്ടണമെങ്കിൽ അതിനകത്തുള്ള ഓരോ അവയവങ്ങളുടെ ടോക്സിൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ, ഓരോ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ നന്നായി ഉറക്ക് കിട്ടണം. രക്തശുദ്ധിക്ക് വരെ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് പ്യൂരിഫയർ പറയും. ഏറ്റവും നല്ല സാഹചര്യം ഏതാണെന്ന് വെച്ചാൽ നന്നായി ഉറങ്ങുന്നതാണെന്നേ പറയും. അപ്പോ നന്നായി ഉറക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആവശ്യത്തിന് കൂടുതൽ സ്റ്റാർച്ച് ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. സ്റ്റാർച്ച് ഫുഡ് കഴിയുന്നതും കുറയ്ക്കുക, കഴിക്കാതിരിക്കാനല്ല പറഞ്ഞത്, കഴിയുന്നതും സ്റ്റാർച്ച് ഫുഡ് കുറയ്ക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥയെ കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ പല ആളുകളും ഉള്ള പ്രശ്നവും ഇൻസുലിൻ ഉൽപാദനത്തിന്റെ കുറവല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ഈ ഷുഗർ ലെവൽ താഴേക്ക് പോകാതെ നിലനിൽക്കുന്നതിന്റെ കാരണം. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ആവശ്യം നല്ല ഉറക്ക് തന്നെയാണ്. ഈ പറഞ്ഞ ജീവിത ശൈലി ഒന്ന് മാറ്റിക്കൊണ്ട് ഡയബ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി പറയാം, 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.